ബംഗ്ലാദേശിനെതിരായ ഏഷ്യ കപ്പ് സൂപ്പർ 4 മത്സരത്തിൽ കടുത്ത അവഗണനയാണ് മലയാളി താരം സഞ്ജു സാംസൺ നേരിട്ടത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് 6 വിക്കറ്റുകൾ നഷ്ടമായി. 7 ബാറ്റർമാർ ക്രീസിലെത്തി. എന്നാൽ ഈ കൂട്ടത്തിലൊന്നും സഞ്ജു ഉണ്ടായിരുന്നില്ല. ഫിനിഷർ റോളിലേക്ക് ഇന്ത്യ കണ്ടെത്തിയ ശിവം ദുബെ, ബൗളിംഗ് ഓൾറൗണ്ടറായ അക്സർ പട്ടേൽ എന്നിവർ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടും സഞ്ജുവിനെ കളി കണ്ടിരിക്കേണ്ടി വന്നു. വൺ ഡൗണായാണ് ശിവം ദുബെ ക്രീസിലെത്തിയത്. സ്പിന്നിനെ ആക്രമിച്ച് കളിക്കുമെന്ന് കരുതിയാണ് ദുബെയെ മൂന്നാമത് ഇറക്കിയതെന്നാണ് നായകൻ സൂര്യകുമാർ യാദവിൻ്റെ ന്യായീകരണം. ഒടുക്കം 3 പന്തിൽ 2 റൺസ് എടുത്ത് ബംഗ്ലാദേശ് സ്പിന്നർ റിഷാദ് ഹൊസൈനെ വിക്കറ്റ് സമ്മാനിച്ച് ദുബെ മടങ്ങി. T20 ഫോർമാറ്റിൽ 29 ഇന്നിങ്സുകളിൽ നിന്ന് 28.84 ശരാശരിയിൽ 548 റൺസാണ് ദുബെ ഇന്ത്യക്കായി നേടിയിരിക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് 138.04. അതേസമയം സഞ്ജു 148.33 സ്ട്രൈക്ക് റേറ്റിൽ ഇന്ത്യക്കായി 40 ഇന്നിങ്സുകളിൽ നിന്ന് 930 റൺസ് എടുത്തിട്ടുണ്ട്. സഞ്ജുവിൻ്റെ മികച്ച ഇന്നിങ്സുകളെല്ലാം പിറന്നിരിക്കുന്നത് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്തപ്പോഴാണ്. എന്നിട്ടും വൺ ഡൗണായി സഞ്ജുവിനെ ഇറക്കാൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറായില്ല. ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറികൾ നേടിയതാണോ സഞ്ജു ചെയ്ത കുറ്റമെന്ന് ചോദിക്കാൻ തോന്നിപ്പോകും. 5-ാമതായി ഹാർദിക് പാണ്ഡ്യയും 6-ാമനായി അക്സർ പട്ടേലും ക്രീസിലെത്തി. ഇരുവർക്കും സഞ്ജുവിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്നത് ഓർക്കണം. അക്സർ പട്ടേലിൻ്റെ T20 ബാറ്റിംഗ് ശരാശരി 19.03. സ്ട്രൈക്ക് റേറ്റ് 138.60. സഞ്ജുവുമായി താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത ഫിഗറുകൾ. എന്നിട്ടും അക്സർ ബാറ്റ് ചെയ്യുമ്പോൾ അവസരം കിട്ടാത്ത സഞ്ജു ചിരിച്ചുകൊണ്ട് അതെല്ലാം കണ്ടിരുന്നു. ടീം ലിസ്റ്റ് പ്രകാരം 5-ാമതാണ് സഞ്ജു. അതുപ്രകാരം സഞ്ജുവിന് ബാറ്റിംഗ് ലഭിച്ചത് സൂപ്പർ 4-ൽ പാകിസ്ഥാനെതിരെ മാത്രം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒമാനെതിരെ 3-ാമനായി ഇറങ്ങാൻ അവസരം ലഭിച്ചപ്പോൾ അർദ്ധ സെഞ്ചുറി നേടി ടീമിൻ്റെ ടോപ്പ് സ്കോററാകാനും കളിയിലെ താരമാകാനും സഞ്ജുവിന് സാധിച്ചു. ഇത്രയും അവഗണനകൾക്കിടയിലും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഇന്ത്യയുടെ ഇന്നിങ്സിന് ശേഷമുള്ള ഇടവേളയിൽ അവതാരകനായ സഞ്ജയ് മഞ്ജരേക്കർ സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ അവസരം ലഭിക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ടീം മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്താതെ വളരെ വൈകാരികമായാണ് സഞ്ജു മറുപടി നൽകിയത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ചിലപ്പോൾ എനിക്ക് വില്ലനാകേണ്ടി വരും, അല്ലെങ്കിൽ ജോക്കറുടെ റോൾ. ഏത് സാഹചര്യത്തിലും ഞാൻ കളിക്കണം. ഓപ്പണറായി സെഞ്ചുറി നേടിയതുകൊണ്ട് ആദ്യ 3-ൽ തന്നെ സ്ഥാനം വേണമെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഇതിലും പരിശ്രമിക്കട്ടെ. എന്തുകൊണ്ട് എനിക്ക് മികച്ചൊരു വില്ലനായിക്കൂടാ? സഞ്ജു പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടാൽ സഞ്ജുവിൻ്റെ ആരാധകർ അല്ലാത്തവർ പോലും പറഞ്ഞു പോകും, ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ആയിരിക്കുക എത്രയോ ദുഷ്കരം.